സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പുളിക്കൽ സോൺ SYSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പൊതുപരിപാടിയിലാണ് നാം ഉള്ളത്. ആദർശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ നാം കേട്ടുവരുന്നതും പഠിച്ചു വരുന്നതുമായ കാര്യങ്ങളാണ്. വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പാരത്രിക ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മുസ്ലിം സമൂഹം മറ്റേതൊരു വിഷയത്തെക്കാളും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നതിലേറെ പ്രാധാന്യത്തോടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടുതൽ പഠിപ്പിക്കുവാനും ആ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുവാനും ശ്രമിക്കാറുണ്ട്. അതിന്റെ കാരണം വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാം കർമ്മപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മതമാണ്, ദർശനമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നിസ്കാരത്തിനും നോമ്പിനും അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് മദ്രസാ കാലം മുതൽ 2ാം ക്ലാസ് മുതൽ നാം പഠിച്ചു വരുന്ന കർമ്മപരമായ കാര്യങ്ങൾ, ആ കർമ്മപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾക്ക്, അതേപോലെ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട മറ്റ് കാര്യങ്ങൾക്ക് നാം നൽകാറുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ സദസ്സുകളിലും നമ്മുടെ വേദികളിലും നമ്മുടെ പണ്ഡിതന്മാർ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തി വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് ധാരാളമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഇടക്കാലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മതയുക്തിവാദികൾ മതദർശനങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും പ്രമാണങ്ങൾക്കും തെളിവുകൾക്കും ഒക്കെ അപ്പുറം യുക്തിവാദങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ തനത് വിശ്വാസങ്ങളിൽ നിന്ന് പിഴച്ച ചില കാഴ്ചപ്പാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വളരെയേറെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം പോലുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഇത്തരം പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് നമ്മുടെ SYSന്റെ സംസ്ഥാന മീറ്റിംഗിന് വേണ്ടി ഈ വഴിക്ക് ഞാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം നടക്കുന്നു. ആ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ആ പ്രസംഗം നിർവഹിക്കുന്നത് നല്ല തലപ്പാവ് ധരിച്ച, നല്ല നീളത്തിലും വീതിയിലും താടിയൊക്കെ വെച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും
അദ്ദേഹത്തിന്റെ വേഷവും തമ്മിൽ പൊരുത്തക്കേട് പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടപ്പോൾ ആ പ്രസംഗം ഒരല്പസമയം കേൾക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു 10-25 ആളുകൾ കസേരയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. പള്ളിയിലെ ഉസ്താദോ ഖത്തീബോ ഒക്കെ ആയിരിക്കുമെന്ന് നേരത്തെ ധരിച്ചെങ്കിലും പറയുന്ന കാര്യങ്ങളും തലപ്പാവും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വേഷവും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അത് അല്പം കേൾക്കണമെന്ന് തോന്നി. കുറച്ചു സമയം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ആ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു കാര്യം, ബദരീങ്ങളും ഉഹദീങ്ങളുമൊക്കെ യുദ്ധക്കളത്തിൽ മരിച്ചവരും യുദ്ധക്കളത്തിൽ വെച്ച് ധാരാളം പരിക്കുകൾ സംഭവിച്ചവരും തൽക്കാലം യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് മരിച്ചുപോയവരുമാണ്. ഈ മരിച്ചുപോയ ആളുകൾക്കൊന്നും സ്വയം രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. യുക്തിവാദം മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ ഒരു സാമ്പിളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. യുക്തിവാദം, മതയുക്തിവാദം എന്നാണ് ഇത് ഇപ്പോ പുതിയ മലയാളത്തിൽ അറിയപ്പെടുന്നത്. യുക്തിവാദം എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശപാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തലപ്പാവ് ധരിച്ചുകൊണ്ടും താടി വെച്ചുകൊണ്ടും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടും ചില ആളുകൾ ശ്രമിക്കുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം അദ്ദേഹം ചോദിക്കുന്നത്, ബദറിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടുപോയി, ഉഹദിൽ വളരെ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടുപോയി, കൊല്ലപ്പെടാത്തവരൊക്കെ പിന്നീട് മരിച്ചും പോയി. ഇങ്ങനെ കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്ത് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് നമ്മെ സഹായിക്കാൻ സാധിക്കുക? സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ബദരീങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമോ? സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത ഉഹദീങ്ങൾക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ മുമ്പൊരു കാലത്ത് മറ്റൊരു രൂപത്തിൽ കേട്ടിരുന്നു. മറ്റൊരു രൂപത്തിൽ അതെന്തായിരുന്നു? മരിച്ചുപോയ ആളുകൾക്ക് പിന്നെ കേൾക്കാൻ സാധിക്കുമോ? ഭൂമിയിൽ വെച്ച് വിളിക്കുന്ന ആളുകളെ മരിച്ചുപോയ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അതിനെന്താ തെളിവ്? അതിന് തെളിവൊന്നും വേണ്ട. ഖുർആനും സുന്നത്തൊന്നും പരതേണ്ടതില്ല. അതിനെന്ത് മതി? പള്ളിപ്പറമ്പിൽ പോകാം. ഓരോ മഹല്ലിലും പള്ളിപ്പറമ്പുണ്ടല്ലോ, ഖബർസ്ഥാൻ. ആ പള്ളിപ്പറമ്പിൽ പോയിട്ട് 8-10 വർഷം മുമ്പ് മരിച്ചുപോയ ഏതെങ്കിലും ഒരു കാരണവരെ വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കിയാൽ അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ വിളി കേൾക്കും, ഇല്ലെങ്കിൽ കേൾക്കില്ല. മരിച്ചവര് കേൾക്കുകയില്ല എന്ന് തെളിയാൻ എന്തിനാണ് ഖുർആൻ ഓതുന്നത്? എന്തിനാണ് തെളിവുകൾ പറയുന്നത്? അത് പള്ളിക്കാട്ടിൽ പോയി മരിച്ചവരെ വിളിച്ചു നോക്കിയാൽ പോരെ? ഇത് കുറച്ചുകൂടി പഴക്കമുള്ള ഒരു യുക്തിവാദത്തിന്റെ ഉദാഹരണമാണ്. മതത്തിലേക്ക് യുക്തിവാദം കടത്തിക്കൊണ്ടുവരുന്നതിന്റെ ഒരു ഉദാഹരണം. ഇത് കേട്ടപ്പോ ഈ കാര്യങ്ങൾ നമുക്ക് സമയം പോലെ വിശദീകരിക്കാം. പലപ്പോഴും നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹജ്ജ് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ മിനയിൽ വലിയ തീപിടുത്തമുണ്ടായി. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. മിനയിലെ തമ്പിലും മറ്റുമൊക്കെ പെട്ട് തീപിടുത്തമുണ്ടായി. കുറെ ആളുകൾ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിം നാമധാരിയായ കുറച്ചൊക്കെ യുക്തിവാദമൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മുസ്ലിം നാമധാരിയാണ്, പക്ഷേ മനസ്സിൽ വിശ്വാസമില്ല, ഒരു തരം യുക്തിവാദിയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അള്ളാഹുവിന്റെ വിരുന്നുകാർ എന്നാണ് നിങ്ങൾ ഹാജിമാരെ സംബന്ധിച്ച് പറയുന്നത്. ഹാജിമാരെ സംബന്ധിച്ച് ളുയൂഫുല്ലാ എന്നാണല്ലോ. അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്
ഇബ്രാഹിം അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല നടത്തിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥികളായി മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്നവരാണ് ഹാജിമാർ. ഈ വിരുന്നുകാരോട് എല്ലാവരും കാണിക്കുന്ന ഒരു മര്യാദയുണ്ട്. ഇസ്ലാമിൽ വിരുന്നുകാരോടുള്ള മര്യാദ വളരെ കൂടുതലാണ്. മറ്റ് മതങ്ങളിലും അങ്ങനെയുണ്ട്. വിരുന്നുകാരോട് ഒരു പ്രത്യേക ബഹുമാനവും ആദരവും അത് ഏതു മതവും പറയുന്നതാണ്. ഇസ്ലാം മതത്തിൽ അത് അല്പം കൂടുതലുമാണ്. അങ്ങനെ ആതിഥ്യ മര്യാദ എന്ന ഒന്നുണ്ട്. അള്ളാഹുവിന്റെ വൈഫുകളാണ്, വിരുന്നുകാരാണ് ഹാജിമാര് എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ ആ വിരുന്നുകാരെയൊക്കെ കൂടി ക്ഷണിച്ചു വരുത്തിയിട്ട് മിനയിലിട്ട് തീ കൊടുത്ത് കൊല്ലാനാണോ അള്ളാഹു ഈ വിരുന്നുകാരെ വിളിച്ചു വരുത്തിയത് എന്ന് ആ യുക്തിവാദി ചോദിച്ചു. നിങ്ങൾ പറയുന്ന അള്ളാഹു ഇത്രയും സർവശക്തനും എല്ലാ നിലക്കും കഴിവുള്ളവനുമാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പുണ്യഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയ വിരുന്നുകാരെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് സാധിച്ചില്ല? ഇതൊരു യുക്തിവാദിയുടെ ചോദ്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതോ അതൊരു മതയുക്തിവാദിയുടെ ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച ചോദ്യം ഉന്നയിക്കുന്നത് മതത്തിന്റെ പേരിൽ സ്റ്റേജ് കെട്ടി ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് തൗഹീദിന്റെ ആളുകൾ എന്ന് വിളംബരപ്പെടുത്തിക്കൊണ്ട് ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബദരീങ്ങൾക്ക് സ്വയം രക്ഷപ്പെടുത്താൻ കഴിയാതെ മരിച്ചുപോയവർ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയവർ, അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുക എന്ന ചോദ്യവും, സ്വന്തം അതിഥികൾ തീപ്പെട്ട് മരിക്കുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കാത്ത എന്ത് സർവശക്തിയാണ് നിങ്ങളുടെ അള്ളാഹുവിനുള്ളത് എന്ന യഥാർത്ഥ യുക്തിവാദിയുടെ ചോദ്യവും, ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും യുക്തിവാദമാണ്. ഒന്ന് ഒറിജിനൽ യുക്തിവാദം, മറ്റൊന്ന് മതയുക്തിവാദം. ഈ മതയുക്തിവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചവരല്ല. ഇസ്ലാമിനെ തൊലിപ്പുറമേ വായിക്കുകയും ഏതെങ്കിലും പുസ്തകങ്ങളോ ലേഖനങ്ങളോ വായിച്ച് ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത ചില ആളുകൾ. പിന്നെ തലപ്പാവ് എന്ന് പറയുന്നത് 2 മീറ്റർ തുണിയെടുത്താൽ ആർക്കും കെട്ടാം. താടി എന്ന് പറയുന്നത് 1-2 മാസം ബാർബർ ഷോപ്പിൽ പോകാതിരുന്നാൽ അത് ആരുടേതും വേണമെങ്കിൽ വളരും. അങ്ങനെ വളരുന്ന വീതി വിസ്താരമുള്ള താടിയും 2-3 മീറ്റർ കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു തലപ്പാവും ഉണ്ടായാൽ അത് വിജ്ഞാനത്തിന്റെ ലക്ഷണമല്ല, അത് ഇൽമിന്റെ ലക്ഷണമല്ല. അത് പലപ്പോഴും കാപ്പട്യത്തിന്റെയും ജഹാലത്തിന്റെയും ലക്ഷണവുമാകാം. അങ്ങനെ ചില തലപ്പാവുകളും ഇപ്പോൾ സ്റ്റേജുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം നമുക്ക് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ചില ആളുകളുടെ പ്രസംഗ ശൈലിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ കാലത്ത് നമ്മുടെ ബാങ്ക് കൊടുക്കും,
പണ്ട് പാവനദീനിൽ തേനിശല കല്ലിളകും കൊഫർ കൂട്ടത്തില് പുണ്യക്കിളി മറ്റുറപ്പിച്ച പൂങ്കരള് പാടി ബിലാലെന്ന പൂക്കുയില് പണ്ട് പാവനദീനിൽ തേനിശല കല്ലിളകും കൊഫർ കൂട്ടത്തില് പുണ്യക്കിളി മറ്റുറപ്പിച്ച പൂങ്കരള് പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ നെറിക്കെട്ട ഉമയത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ പാടിയിലെന്ന പോകുന്നില്ല പണ്ട് പാവനദീനിന്റെ കൂട്ടത്തില് കൊണ്ട് കളിമത്തുറപ്പിച്ച പൂങ്കരള് പൂരം ദഹയറിനായി ഇലേക്കവേ ഹംസ ശൈബത്തുമായി തിരേക്കവേ ഓരം ഹരി ശരി ഹംസ തടുക്കവേ ഒരു വട്ടി കോടയുടനെ തടുക്കവേ ഇരുപൂരം ദഹയറിനായി ഇലേക്കവേ ഹംസ ശൈബത്തുമായി വിടക്കവേ ഓരം ഹരി ശരി ഹംസ തടുക്കവേ ഒരു വട്ടി കോടയുടനെ തടുക്കവേ കൂടെ ശിവ ചെയ്ത കുത്തി താനൊഴിച്ച് പാടുകളകത്താലെടുത്തിട്ടും കടത്തി തടവോട്ട് നീട്ടും അടവോട്ട് ചാട്ടും തടമിട അടക്കോട്ട് തുടർബിന കടുക്കട തടിപ്പേട്ടും പള്ളിപ്പാട് പാടുമേ തിരിച്ചോടുരേത്തൊഴി കൃഷ്ണനെ മാനസ് ഇരുപൂരം തകയറിനാൽ ശരീരത്തുമായി തിരക്കവേ ഘോരം മാറി ശരി ഹംസത്താൽ അടുക്കവേ ഒഴുവത്തി കൊടയുടനെ അടുക്കവേ പക്കത്തെ ജബലുകൾ കിടുക്കിടുത്ത് നാമുമറിന്റെ വരവിനുട്ട് നമ്മുടെ ചില ആളുകളുടെ പ്രസംഗ ശൈലിയിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും. ചില ആളുകളുടെ വേഷത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ രാപ്രസംഗം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന നമ്മുടെ പഴയകാല ആലിമീങ്ങൾ ഇപ്പോഴും അന്നും ദഅവത്തിന്റെ ഭാഗമായി നടത്തിയിരുന്ന വഅളുകൾ നല്ല ഈമാൻ തുളുമ്പുന്ന, മനസ്സിനെ ഇളക്കി മറിക്കുന്ന, നമ്മുടെയൊക്കെ ഈമാൻ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ നാം പുതിയ ഊർജം സംഭരിക്കുന്നതും അത്തരം ചില വഅളുകൾ കേൾക്കുമ്പോഴാണ്. പഴയകാലത്തെ പോലെ ഇന്നില്ലെങ്കിലും ഇന്നും വഅളുകളുണ്ട്. അന്നത്തെ വഅളുകൾ 40 ദിവസം 30 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരേ ആള് തന്നെ വിഷയം വെച്ച് നടത്തുന്ന വഅളുകൾ. ആ വഅളുകളിൽ നിന്നാണ് പഴയ കാലത്ത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ദീൻ പഠിക്കുന്നത്. അങ്ങനെ ദീൻ പഠിക്കുന്ന ആ വഅളുകളെ അത് രാപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ചില ആളുകൾക്ക് തോന്നിയിരിക്കുന്നു ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ നമ്മളും വഅള് പറഞ്ഞേ പറ്റൂ എന്ന്. അങ്ങനെപ്പോ പ്രസംഗത്തിന്റെ ശൈലിയൊക്കെ മാറി അത് മറ്റൊരു രൂപത്തിലേക്ക്, പഴയ കാലത്ത് രാപ്രസംഗം എന്ന് വിളിച്ചിരുന്ന അല്ലെങ്കിൽ വിളിച്ച് ആക്ഷേപിച്ചിരുന്ന ആ പ്രസംഗ ശൈലി ഇപ്പൊ സ്വന്തം എടുത്തണിയാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. വേറെ ചില ആളുകൾ തലപ്പാവും അതുപോലുള്ള പണ്ഡിത വേഷവും പാണ്ഡിത്യത്തിന്റെ ചിഹ്നങ്ങളായി പഴയകാലം മുതൽക്ക് തന്നെ
ജനങ്ങൾ അംഗീകരിക്കുകയും കാണുകയും ചെയ്തിരുന്ന അടയാളങ്ങൾ, വേഷങ്ങൾ, ആ വേഷവിധാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പാശ്ചാത്യൻ വേഷവിധാനങ്ങളിലേക്ക് പോയവരാണ് കേരളത്തിൽ മതപരിഷ്കരണവാദത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു വന്ന പലരും. കേരളത്തിൽ പല മിമ്പറുകളിലും ഖുത്ബ എന്ന പേരിൽ, ജുമുഅ എന്ന പേരിൽ മീറ്റിംഗും പ്രസംഗവും ഒക്കെ നടത്തപ്പെട്ടിരുന്നത് പാശ്ചാത്യൻ വേഷത്തിലായിരുന്നു. യൂറോപ്യൻ വേഷങ്ങൾ, പാന്റ് ഉടുത്ത്, അതേപോലെ ഇൻസൈഡ് ചെയ്ത് ഒരു അഭ്യാസിയെ പോലെ മെമ്പറിലേക്ക് പാഞ്ഞു കയറി അങ്ങനെ നടത്തിയിരുന്ന ചില ഖുതുബകൾ എന്ന പേരിലുള്ള പ്രസംഗങ്ങൾ, ജുമുഅ എന്ന പേരിലുള്ള മീറ്റിംഗുകൾ നാം കണ്ടിരുന്നു. ഇത്തരം ആളുകൾക്കൊക്കെ ഇപ്പോൾ വേഷപ്പകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശിരസ്സുകളിലൊക്കെ വലിയ തലപ്പാവ് വന്ന് വീഴുന്നു. പഴയകാലത്ത് KM മൗലവിയുടെ തലയിൽ വലിയ തലപ്പാവുണ്ടായിരുന്നു. ആ തലപ്പാവ്, അദ്ദേഹത്തിന്റെ വേഷത്തെക്കുറിച്ചൊക്കെ വായിച്ചു നോക്കിയാൽ KM മൗലവി ധരിച്ചിരുന്ന വേഷത്തെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ സ്മാരക ഗ്രന്ഥത്തിൽ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് വായനക്കാരന് തോന്നിപ്പോവുക ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മൊത്തം ഒരു അയലെങ്ങാനും കെട്ടഴിഞ്ഞ് വീണതാവുമോ എന്ന് തോന്നിപ്പോകും. അത്രയും കൂടുതൽ വേഷം, വസ്ത്രം, തലപ്പാവിന്റെ മുകളിൽ പിന്നെ മറ്റൊരു തുണി, കഴുത്തിൽ മറ്റൊരു സാധനം, പിന്നെ നീളക്കുപ്പായം, അത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരയല് കെട്ടഴിഞ്ഞ് വീണാലെന്ന പോലെ വസ്ത്രവേഷവിധാനങ്ങളുമായി നടന്നിരുന്ന നേതാക്കളിൽ നിന്നും മാറി യൂറോപ്യൻ, പടിഞ്ഞാറൻ, പാശ്ചാത്യൻ വേഷങ്ങളിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ മിമ്പറൊക്കെ കൈകാര്യം ചെയ്ത് മതസ്ഥാപനങ്ങളും മതവേദികളും കൈകാര്യം ചെയ്ത് വന്നിരുന്നവർ തലപ്പാവിനെ പൗരോഹിത്യത്തിന്റെ അടയാളം എന്ന് വിളിച്ചിരുന്നവർ, തലപ്പാവ് അത് ബിദ്അത്താണെന്നും അത് പൗരോഹിത്യത്തിന്റെ അടയാളമാണെന്നും വിളിച്ചിരുന്നവർ ഇന്ന് വലിയ തലപ്പാവുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ കുപ്പായങ്ങളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. പ്രസംഗം എന്ന് ആക്ഷേപിച്ചിരുന്ന പ്രസംഗങ്ങൾ, വാഴുകൾ ഇന്നിവർ സ്വയം എടുത്തണിയാൻ തുടങ്ങിയിരിക്കുന്നു. സാന്ദർഭികമായി ആ മതയുക്തിവാദം ഉന്നയിച്ച വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ കേട്ട മതയുക്തിവാദം ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇസ്ലാമിനെ അതിന്റെ തൊലിപ്പുറമേ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. മരണം എന്ന് പറയുന്നത്, അതേപോലെ യുദ്ധത്തില് പരാജയപ്പെടുക, കൊല്ലപ്പെടുക എന്ന് പറയുന്നത്, അതേപോലെ മിനയിൽ ഹാജിമാര് തീപ്പെട്ട് അവര് തീയിൽപ്പെട്ട് കൊല്ലപ്പെടുക എന്ന് പറയുന്നത്, ഇതൊന്നും മിനയിൽ കുറെ ഹാജിമാര് മരിച്ചുപോയത് കൊണ്ട് അള്ളാഹുവിന്റെ സർവശക്തി ചോർന്നു പോയിരിക്കുന്നു, അള്ളാഹുവിന് കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മാത്രമേ ബദറിൽ കൊല്ലപ്പെട്ടു പോയ സ്വഹാബത്തിന്, ബദരീങ്ങൾക്ക് അവർക്ക് കറാമത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് കറാമത്ത് നൽകാത്തത് കൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അവർ മരിച്ചുപോയത് എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഏതൊരു കാര്യവും ലോകത്ത് സംഭവിക്കുന്നത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതേക്കുറിച്ചൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ഏതൊരു കാര്യവും ലോകത്ത് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഖലാഇന് വിധേയമായിട്ടാണ്. അള്ളാഹുവിന്റെ ഖലാഇന് വിധേയമായി. അള്ളാഹുവിന്റെ ഖലാഇനെ തോൽപ്പിക്കുവാൻ ഒരു മുഅ്ജിസത്തിനോ കറാമത്തിനോ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഖലാഅ് പക്ഷേ രണ്ട് രീതിയിലുണ്ട്. നാം സാധാരണ പറയാറുണ്ട് ദുആ ചെയ്യും. കുറെ കാര്യങ്ങൾക്ക് നമ്മൾ ദുആ ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ഒരു യുക്തിവാദിക്ക് ചോദിക്കാം, അള്ളാഹുവിന്റെ ഖലാഅ് പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, പിന്നെ നീ ഇരുന്ന് കുറെ ദുആ ചെയ്തിട്ട് എന്താ കാര്യം? കുറെ ദുആ ചെയ്യാം. രോഗം വരുമ്പോ രോഗം മാറാൻ വേണ്ടി, രോഗം ഇല്ലാതിരിക്കുമ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടി,
ആരോഗ്യമുണ്ടാകുമ്പോൾ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി, ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. കടത്തിൽ പെടുമ്പോൾ കടം വീടിക്കിട്ടാൻ വേണ്ടി, കടമില്ലാതിരിക്കുമ്പോൾ പടച്ചവനെ കടക്കാരനാക്കല്ലേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുക, ഒക്കെ അള്ളാന്റെ വിധിപ്രകാരമല്ലേ നടക്കുള്ളൂ? കടം വരികയാണെങ്കിലും രോഗം വരികയാണെങ്കിലും മാറുകയാണെങ്കിലും വീടുകയാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലേ നടക്കൂ, പിന്നെ നീ കുറെ ദുആ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊരാൾ ചോദിച്ചാൽ അത് യുക്തിവാദമാണ്. അള്ളാഹുവിന് രണ്ട് രൂപത്തിലുണ്ട് അവന്റെ ഖലാഅുകൾ. ഒന്ന് മുബറമായ ഖലാഅ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് അന്തിമ തീരുമാനമാണ്, അന്തിമ തീരുമാനം. ആ തീരുമാനം മാറ്റപ്പെടുകയില്ല. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കും എന്ന കാര്യം അത് അന്തിമ തീരുമാനമാണ്. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് അന്തിമ തീരുമാനമാണ്. ഒരിക്കലും റബ്ബേ എന്നെ മരിപ്പിക്കാതിരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ദുആ കൊണ്ട് മരണം ഇല്ലാതാവുകയില്ല. അതേ സമയത്ത് ഒരു രോഗം മാറുന്ന കാര്യം, ഒരു രോഗം വന്നു, ആ രോഗം മാറുന്ന കാര്യം, ഉദാഹരണം, അത് മുബറമായ ഖല അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുആഇന് വിധേയമായിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് വിധേയമായിക്കൊണ്ടോ അല്ലാഹു തആല മാറ്റിവെക്കാവുന്ന ചില ഖലാഉകൾ. ഈ രോഗം കാരണം അവൻ മരിക്കുമായിരുന്നു, പക്ഷേ റബ്ബിന്റെ തീരുമാനം എങ്ങനെയാണ്? അവൻ ദുആ ചെയ്താൽ ആ രോഗം മാറും, അവൻ ദുആ ചെയ്തില്ലെങ്കിലോ ആ രോഗം കാരണം അവൻ മരിക്കും. ഇങ്ങനെ ഒരു തീരുമാനമാണ്. അപ്പോൾ ദുആക്ക് വിധേയമായിട്ട് മാറ്റപ്പെടുന്ന ചില കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾക്ക് വിധേയമായിട്ട് മാറ്റപ്പെടുന്ന ചില തീരുമാനങ്ങൾ, അങ്ങനെ ചില പ്രവർത്തനങ്ങൾക്ക് വിധേയമായി അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന ചില ഖലാഅുകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അപ്പോൾ തീരുമാനം രണ്ട് വിധത്തിലുണ്ട്. ദുആഇന് ഫലമുണ്ട് എന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. ദുആഇന് അല്ലെങ്കിൽ തന്നെ ഫലമാണ്. അത് എന്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്തു, പക്ഷേ രോഗം മാറിയില്ല എന്ന് വെക്കുക, എന്നാലും ദുആഇന് കാര്യമാണ്. കാരണം ദുആ ഇബാദത്താണ്. ആ ഇബാദത്തിന് അല്ലാഹു തആല പ്രതിഫലം തരും. മൂന്ന് രൂപത്തിൽ പ്രതിഫലം തരും. ഒരു പക്ഷേ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചതിലേറെ നല്ലത് കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് പ്രതിഫലം കിട്ടും. ഈ മൂന്നാൽ ഒന്നില്ലാതെ ഒരു ദുആയും ഉണ്ടാവുകയില്ല. അപ്പോൾ ദുആഇന് അങ്ങനെ പ്രതിഫലം കിട്ടും, അങ്ങനെ കാര്യം കിട്ടും. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാറുന്നതും മാറാത്തതുമുണ്ട്. എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖലാഇനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ചില വിശദീകരണങ്ങൾ നൽകിയെന്ന് മാത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മിനയിൽ തീപ്പെട്ട് അല്ലെങ്കിൽ തീയിൽപ്പെട്ട് മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് അവരെ രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിന് സാധിച്ചില്ല. നിങ്ങളുടെ അള്ളാഹുവിന്റെ സർവശക്തി എവിടെ പോയി എന്ന യുക്തിവാദിയുടെ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എന്താ? അള്ളാഹുവിന്റെ ഖലാഇന്റെ അപ്പുറം മറ്റൊന്നില്ല. മിനയിൽ വെച്ച് ഹാജിമാര് കൊല്ലപ്പെടണമെന്നും അതുവഴി അവര് സ്വർഗത്തിലെത്തണമെന്നും അത് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം അല്ലാഹു തആല ആ പുണ്യഭൂമിയിൽ നടപ്പാക്കി. അള്ളാഹുവിന്റെ ഖലാഇന്റെ അപ്പുറം മറ്റൊരു ചോദ്യം അവിടെയില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെയാണ് ബദരീങ്ങൾക്ക് എന്തേ കഴിയാത്തത് സ്വയം രക്ഷപ്പെടുത്താൻ, ഉഹദീങ്ങൾക്ക് എന്തേ കഴിയാഞ്ഞത് സ്വയം രക്ഷപ്പെടുത്താൻ? അവരൊക്കെ കറാമത്തും അതുപോലെ മുഅ്ജിസത്തും ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടുപോയി, ബദർ യുദ്ധത്തിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടുപോയി എന്ന ചോദ്യം നേരത്തെ ചോദിച്ച യുക്തിവാദിയുടെ അതേ ചോദ്യം പോലെ തന്നെയാണ്. മിനയിൽ ആളുകൾ കൊല്ലപ്പെട്ടു പോയതുകൊണ്ട്, ഹാജിമാർ കൊല്ലപ്പെട്ടു പോയതുകൊണ്ട് അള്ളാഹുവിന് കഴിവില്ല എന്ന് പറയാൻ പറ്റാത്തതുപോലെ
ബദറിലോ ഉഹദിലോ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തില്ലെന്നോ ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്നോ രണ്ടുമല്ലെങ്കിൽ അവർക്ക് കറാമത്തില്ല മുഅ്ജിസത്തില്ല എന്നൊക്കെ വെച്ചാൽ തന്നെ അവരെ യുദ്ധത്തിനും പോരാട്ടത്തിനും കൊണ്ടുപോയ അള്ളാഹു ഉണ്ടല്ലോ, അവൻ സർവശക്തനാണല്ലോ. ബദറിലേക്ക് സ്വഹാബത്തിനെ കൊണ്ടുപോയത് ആരാ? അള്ളാഹു തആലയാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബദറിലേക്ക് സ്വഹാബത്തിനെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നത്. ഉഹുദിലേക്ക് സ്വഹാബത്തിനെ കൊണ്ടുപോകുന്നതും അങ്ങനെ തന്നെ. ബദരീങ്ങൾക്കും ഉഹുദീങ്ങൾക്കും ഒന്നും ഒരു കഴിവില്ല എന്ന് നമ്മൾ സങ്കല്പത്തിന് വേണ്ടി സമ്മതിക്കാം, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്നാൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയ അള്ളാഹു സർവശക്തനല്ലേ? എന്തേ അള്ളാഹു തആലക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? ഉഹുദിലേക്ക് സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ടുപോയ അള്ളാഹു തആല സർവശക്തനല്ലേ? എന്റെ അള്ളാഹുവിന് എന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിനെ ശത്രുക്കളെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും ആയിരക്കണക്കിന് ആളുകൾ യുദ്ധസന്നദ്ധരായി വന്നപ്പോ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നതാണ് ഉഹുദീങ്ങൾ, അവരെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നതാണ് ബദരീങ്ങൾ. അതുകൊണ്ട് അവര് കൊല്ലപ്പെടുന്നത് ശരിയല്ല, ഞാൻ അവരെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്കൊക്കെ എവിടെയാണ് സുഹൃത്തുക്കളെ അറ്റമുള്ളത്? എവിടെയാണ് അവസാനമുള്ളത്? പണ്ടത്തെ ഒരു കഥയുണ്ട്, കുറച്ച് പഴക്കമുള്ള. മമ്പുറം കടവിൽ പാലമൊക്കെ വരുന്നതിന് മുമ്പ് തോണിയിൽ ആളുകൾ സിയാറത്തിന് പോകുന്ന സമയത്ത് 2-3 ആളുകൾ മരിച്ചു. അന്ന് കേരളത്തിലാകെയുള്ള പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു? മമ്പുറന്നങ്ങളിലേക്ക് പോവുകയാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അവിടെ തോണി മുങ്ങി 2-3 ആളുകൾ മരിച്ചു. മരിച്ചപ്പോ അന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം തന്നെ മമ്പുറം തങ്ങളുടെ കഴിവ് എവിടെ പോയി? കടവിൽ തോണി മറിഞ്ഞുകൊണ്ട് ആളുകൾ മരിക്കുമ്പോ അപ്പുറത്ത് മമ്പുറം തങ്ങളില്ലേ? ആ മമ്പുറം തങ്ങളുടെ കഴിവ് എവിടെ പോയി? അപ്പൊ നമ്മുടെ ആലിമീങ്ങൾ ചോദിച്ചു, പുഴയും കടവും ഒക്കെ സൃഷ്ടിച്ച ഒരു പടച്ചോണ്ടല്ലോ, മമ്പുറന്നങ്ങൾ അവിടെ നിൽക്കട്ടെ. രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു പടച്ചോണ്ടല്ലോ, പടച്ചോന്റെ സർവ്വശക്തിയിൽ ഇപ്പൊ ആർക്കും സംശയമില്ലല്ലോ. മമ്പുറന്നങ്ങൾക്ക് ശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിലല്ലേ സംശയമുള്ളൂ. പടച്ചോന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഈ കടവും ഈ വെള്ളവും ഈ തോണിയും ഈ പാവം മനുഷ്യന്മാരും ഒക്കെ പടച്ചോർ അള്ളണ്ടല്ലോ. ഈ അള്ളാന്റെ കഴിവ് എവിടെ പോയി? എന്താ ഇപ്പൊ അള്ളാ പോലെ നോക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോ പിന്നെ ആ ക്യാമ്പയിൻ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ യുക്തിവാദം, മതത്തിലേക്ക് യുക്തിവാദം കടത്തിക്കൊണ്ടുവരാനുള്ള സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം വാദങ്ങളും ഇത്തരം പ്രസംഗങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചവർ കേൾക്കുകയില്ല, അതുകൊണ്ട് അവരെ വിളിക്കാൻ പാടില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. കുറെ വാദങ്ങളൊക്കെ ഇപ്പൊ പോയി. സമയം പോലെ നമുക്ക് പറയാം. ഇനി ഇവിടെ വേറെ പ്രസംഗം, അലവി സക്കാഫിയുടെ പ്രസംഗം ഉണ്ടല്ലോ, അതിലും കുറെ വിഷയങ്ങൾ വരും. കുറെ വാദങ്ങളൊക്കെ ഇപ്പൊ പോയല്ലോ, കുറെ വാദങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗത്തിൽ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി വാദങ്ങളുടെ എഴുന്നള്ളത്ത്, ഇതിന്റെ ആരംഭം എവിടെ നിന്നാണ് എന്ന ഒരു കാര്യം മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതിന് മുമ്പ് ഞാൻ ഈ തുടങ്ങി വെച്ച വിഷയമായതുകൊണ്ട് അതൊന്ന് പറയാം. മരിച്ചുപോയ ആളുകൾ കേൾക്കൂല. അതിനെന്താ? ഖുർആൻ ഓതണോ? വേണ്ട. ഹദീസ് ഓതണോ? വേണ്ട. പിന്നെ പള്ളിക്കാട്ട് പോയാൽ മതി. പള്ളിക്കാട്ട് പോയിട്ട് വിളിക്കാം. കുഞ്ഞാമാക്കാനെ വിളിച്ചാൽ മതി. മരിച്ച കുഞ്ഞാമാക്കാനെ വിളിച്ചാൽ കുഞ്ഞാമാക്ക ഉത്തരം പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട്, ഇല്ലേ ഇല്ലെങ്കില്ല. പണ്ട് ഇബ്നുൽ ഖയ്യിമിന് കിതാബുർ റൂഹ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിലയാളൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? ഈ മരിച്ചോല് കേൾക്കൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, സ്വന്തം ആൾക്കാർ തന്നെ മുമ്പ് പറയണത്. മലർന്നു കിടന്ന് തുപ്പാന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. അങ്ങനെ ഇബ്നുൽ ഖയ്യിം മലർന്നു കിടന്നിട്ട് ഇങ്ങനെ തുപ്പാണ്. ആ തുപ്പുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ മരിച്ചവര് കേൾക്കൂല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവര് യഥാർത്ഥത്തിൽ അവരുടെ വാദം എത്തുക അള്ളാഹുവിന്റെ ദീൻ ഒരു പൊട്ടത്തരം കൊണ്ട് മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിലേക്കാണ് എത്തുക.
എന്ന് പറഞ്ഞാൽ മതത്തെ നിഷേധിക്കുന്ന യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഏണി വെച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് മരിച്ചവർ കേൾക്കുകയില്ല എന്ന് പറയുന്നവർ പ്രചരിപ്പിക്കുന്നതെന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിൽ പറഞ്ഞത് കാണും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഹമാക്കത്ത് എന്ന പ്രയോഗം തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരമാണ് ആ പറയുന്നത്. കാരണം എന്തേ? മരിച്ചുപോയ അമ്മ അല്ലെങ്കിൽ ഉപ്പ, നമ്മുടെ സുഹൃത്തുക്കള്, മൂമിനീങ്ങള്, നാട്ടുകാര്, ബന്ധുക്കള്, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യല് സുന്നത്താണ്. ഖബർ സിയാറത്ത് ചെയ്യല് സുന്നത്താണെന്നുള്ള കാര്യത്തിൽ തർക്കമല്ലോ. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എല്ലാവരും പറയുന്നതാണ് ഖബർ സിയാറത്ത് ചെയ്യണം. പക്ഷെ ഒരു ചെറിയ തർക്കം. അതെന്താ തർക്കം? ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് മുജാഹിദിന്റെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും അങ്ങനെ തന്നെ. ഖബറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വിരോധമല്ല, അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല. സുന്നികൾ പറയുന്നത്, ഇസ്ലാം പറയുന്നത്, മുസ്ലിമീങ്ങൾ പറയുന്നത് ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് യാത്ര ചെയ്യാം. വാഹനത്തിൽ യാത്ര ചെയ്യാം, നടന്നിട്ട് യാത്ര ചെയ്യാം, വിമാനത്തിൽ യാത്ര ചെയ്യാം, കപ്പലിൽ യാത്ര ചെയ്യാം, ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാം. ഈ മതപരിഷ്കരണവാദികൾ പറയുന്നത് സിയാറത്ത് സുന്നത്താ, പക്ഷെ അതിനു വേണ്ടി ഖബറിന്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. പിന്നെന്തേ? ഖബറെപ്പോഴേലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെയ്യാം. അതല്ലേ ഇപ്പൊ ഇതിന്റെ അർത്ഥം? ഖബറെപ്പോഴെങ്കിലും ഇയാളെ തേടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ യാത്ര സിയാറത്ത് ചെയ്യാം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അപ്പുറം മറ്റൊരു അർത്ഥം അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. പറയുന്ന ആളുകൾക്ക് ചില വിശദീകരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് സിയാറത്ത് സുന്നത്താണ്, പക്ഷെ യാത്ര വിദേഹത്താണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ യാത്ര എന്നൊക്കെ പറയണമെങ്കിൽ വിമാനത്തിലൊക്കെ കയറണം, അല്ലെങ്കിൽ കപ്പലിലൊക്കെ കയറുമ്പോഴേ യാത്രയാവുള്ളൂ. സൈക്കിളിൽ കയറിയാ യാത്ര ആവൂല, ബൈക്കിൽ കയറിയാ യാത്ര ആവൂല, നടന്ന് അങ്ങോട്ട് പോയാൽ അത് യാത്രയാവൂല. ഇങ്ങനെയുള്ള ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ പല വിശദീകരണങ്ങളും പലതിനും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഖബർ സിയാറത്ത് സുന്നത്താ. ആ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് ഇസ്ലാം പറയുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്? ഇതിലൊന്നും തർക്കല്ല കേട്ടോ. ഇതിലൊന്നും സുന്നികളും മറ്റുള്ളവരും തമ്മിൽ തർക്കല്ല. എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്? ആദ്യം ഖബർസ്ഥാനിലേക്ക് കടന്നാൽ, പ്രവേശിച്ചാൽ ആ ഖബർസ്ഥാനിലുള്ള എല്ലാ മൂമിനീങ്ങളെയും വിളിച്ചുകൊണ്ട് അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയണം. സലാമുൻ അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂമിനീങ്ങൾക്ക് മൊത്തത്തിൽ സലാം പറയാം. രണ്ടാമത്, നീ ആരെ ഉദ്ദേശിച്ചാണോ സിയാറത്തിന് വന്നതെങ്കിൽ, നിന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, ഉസ്താദ്, ബന്ധപ്പെട്ട ആള് ആരെയാണോ സിയാറത്ത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകം സലാം പറയണം. ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുന്നു, ഈ ആളുകൾക്കൊക്കെ സലാം പറയണം എന്ന് ഇസ്ലാം പറയുന്നു. അത് 100 കൊല്ലം മുമ്പ് മരിച്ച ആളുണ്ടാവും, 50 കൊല്ലം മുമ്പ് മരിച്ച ആളുണ്ടാവും, ഇന്നലെ മരിച്ച ആളുണ്ടാവും. എല്ലാവരെയും വിളിച്ചുകൊണ്ട് സലാം പറയണം എന്ന് ഇസ്ലാം പറയുന്നു. അതിന്റെ പുറമെ സ്വന്തം ഉപ്പയോ ഉമ്മയോ ആണ് മരിച്ചത് ഈ സിയാറത്തിന് വന്നതെങ്കിൽ അവരോട് പ്രത്യേകം സലാം പറയണം എന്നും പറയുന്നു. മരിച്ചോരൊന്നും കേൾക്കൂലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് സലാം പറയണം എന്ന് കൽപ്പിക്കുന്നത് പൊട്ടത്തരമാകില്ലേ? ആ പൊട്ടത്തരം കൊണ്ട് കൽപ്പിക്കുന്ന മതമാണോ ഇസ്ലാം എന്ന് ചോദിക്കുന്നു ആര്? ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിൽ. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ആ തുപ്പൽ വന്ന് പതിക്കുന്നത് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെയും, അദ്ദേഹം പറയുന്ന ഈ വാദങ്ങൾ സ്വീകരിക്കുന്ന ആളുകളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചോല് കേൾക്കൂലാണ്. മരിച്ചവർ കേൾക്കുകയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരോട് സലാം പറയുന്നത്? ഉമ്മ മരിച്ചാൽ, ഉപ്പ മരിച്ചാൽ മക്കൾ എന്നിട്ട് സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കി യാ ഉമ്മി, അസ്സലാമു അലൈക യാ അബി എന്ന് മക്കൾ ചെന്നിട്ട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ
വളരെ വേദന കടിച്ചിറക്കിക്കൊണ്ട് മകൻ സലാം പറയാ, ഉപ്പ മക്കൾ വന്നിട്ട് സലാം പറയാ. ആ സലാം ഉപ്പ കേൾക്കൂല, മകൻ കേൾക്കൂല, ഉമ്മ കേൾക്കൂല. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സലാം പറയുന്നത്? അതൊരു പൊട്ടത്തരം കൊണ്ടുള്ള കൽപ്പനയാകില്ലേ എന്ന് ആര് ചോദിക്കുന്നു? ഇബ്നുൽ ഖയ്യിം ചോദിക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ഇബ്നുൽ ഖയ്യിമിന്റെ അനുയായികൾ ചോദിച്ചുകൊണ്ടിരുന്നത്, അതെന്തിനാ ഖുർആൻ നോക്കുന്നത്, അതെന്തിനാ സുന്നത്ത് നോക്കുന്നത്? പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കുഞ്ഞാമാക്കാനെ വിളിച്ചാൽ മനസ്സിലാവൂലേ അയാൾ വിളി കേൾക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, തൊലിപ്പുറമേയുള്ള വായന, തൊലിപ്പുറമേയുള്ള വായന. ഇവര് മനസ്സിലാക്കിയത് ഈ ഖബർ എന്ന് പറയുന്നത് അതിപ്പോ ആകെ അതിന്റെ ആഴവും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാലോ. അപ്പൊ ഇത്ര അടുത്തല്ലേ, എത്ര അടുത്താ? അത്ര അടുത്തുള്ള ഒരാളെ വിളിച്ചാൽ കേൾക്കുന്ന ആളാണെങ്കിൽ കേൾക്കൂലേ? അയാൾ വിളി കേൾക്കൂലേ? ബർസഖിയായ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള അകലവും വ്യത്യാസവും മനസ്സിലാക്കാൻ കഴിയാത്ത, മസ്തിഷ്കം ശോഷിച്ചു പോയ, മസ്തിഷ്കം ക്ഷീണിച്ചു പോയ, വളരെ തറനിലവാരത്തിലുള്ള ആളുകളുടെ ചിന്തയാണ് ഇപ്പറഞ്ഞത്. ബർസഖിയായ ലോകവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ മതയുക്തിവാദികൾക്ക് അല്ലെങ്കിൽ അല്പജ്ഞാനികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മരിച്ചാൽ യഥാർത്ഥത്തിൽ കേൾവി കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുക. എല്ലാ കഴിവും കൂടുക, ഒരു കഴിവ് മാത്രമല്ല, എല്ലാ കഴിവും കൂടുക. ഭാഷാപരമായ കഴിവ് കൂടും, കേൾവി കൂടും, എല്ലാം കൂടും, കാഴ്ച കൂടും, എല്ലാം കൂടും. അതൊക്കെ ഹദീസിൽ വന്നതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വിശദീകരിച്ചതാണ്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മരിച്ച ആള് മയ്യത്ത് സംസ്കരണം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅ നിആലിഹിം, ബുഖാരിയുടെ ഹദീസാണത്. മരിച്ചവരുടെ കേൾവിയെക്കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് റസൂലുള്ള പറയാ, മയ്യത്ത് സംസ്കരണം കഴിഞ്ഞിട്ട് ആളുകൾ പിരിഞ്ഞു പോകുമല്ലോ, അവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ആര് കേൾക്കും? ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി കേൾക്കും. കേൾവി കൂടിക്ക കുറഞ്ഞിക്ക? ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, മൂടുകല്ല് വെച്ച് ഒരു തരി മണ്ണ് അല്ലെങ്കിൽ വായു അങ്ങോട്ട് കടക്കാൻ നമ്മൾ അനുവദിക്കൂല. അവിടെ മണ്ണിട്ട് കുഴച്ചിട്ട് ആ പൊത്തുകളും ഓട്ടകളൊക്കെ നല്ലതുപോലെ അടച്ച് ഭദ്രമാക്കി അതിന്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് മൂടി, എന്തുമാത്രം ഭദ്രമായ സ്ഥലം. ഒരു കാറിന്റെ ഉള്ളിൽ ഒരാൾ ഇരുന്ന് ഗ്ലാസ് നല്ലതുപോലെ കയറ്റി പുറത്തുള്ള ഒരാളെ വിളിച്ചാൽ കേൾക്കൂല. നല്ല കാറാണെങ്കിൽ, ആ പഴയ പാട്ടല്ല, നല്ല കാറാണെങ്കിൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആൾ ഗ്ലാസ് കയറ്റി അപ്പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കൂല. എന്നാൽ ഈ ഖബർ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഭദ്രമായ സ്ഥലമാണ്. ആ ഭദ്രമായ സ്ഥലത്തേക്ക് അതിന്റെ പരിസരത്തുകൂടി നടന്നു പോകുന്ന ആളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടും ഇവര് ചോദിക്കുന്നു, മരിച്ചോലെങ്ങനെ കേൾക്കാം? ഇനിയിപ്പം മരിച്ചോല് കേൾക്കൂലെങ്കിൽ അവിടെ ചെന്നറിയാം, മരിച്ചിട്ട് അവിടെ ചെന്നറിയാം. മൻ റബ്ബുക്ക നോക്കൂ. ആദ്യം മുങ്കറും നക്കീറും വന്നിട്ട് മൻ റബ്ബുക്കാന്റെ പടച്ചോനാരാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ശബാബൊന്നും വായിച്ചിട്ടില്ലേ? അൽമനാറൊന്നും തീരെ വായിച്ചിട്ടില്ല. അൽമനാറിലല്ലേ മരിച്ചോല് കേൾക്കൂല എന്ന് പറഞ്ഞു. ഞാനത് ഈമാൻ കൊണ്ട് ജീവിച്ച ആളാ. മരിച്ചോല് കേൾക്കൂല എന്ന് അൽമനാറിൽ പറഞ്ഞത് തക്ലീർ ചെയ്ത് അത് ഈമാൻ കൊണ്ട് ജീവിച്ച ആളാ ഞാൻ. പിന്നെ ഞാൻ മരിച്ചിട്ട് മണിക്കൂറും ദിവസം എത്രയായി? എന്നോട് വന്നിട്ട് മൻ റബ്ബുക്ക, എന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ ഞാൻ കേൾക്കും.
എന്ന് മലക്കിനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വമൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? എനിക്കൊന്നും കേൾക്കണില്ല, അത് മരിച്ചിട്ട് നേരത്രയായി എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാ ഞാൻ പറഞ്ഞത്, മരിച്ചാണ് കബറിലെത്തിയാൽ മനസ്സിലാവും, കേക്കല്ല കേട്ടീമ കേൾക്കുന്നു മനസ്സിലാവും. കാരണം ബിലർക്ക് നല്ല ദണ്ടുണ്ടാവണം. ഹദീസില് ഇരുമ്പിന്റെ ദണ്ടുകൾ ഉണ്ടാവും, മുങ്കറിന്റെയും നക്കീറിന്റെയും അലൈഹിമസ്സലാം അവരുടെ കയ്യിൽ എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരു തരം തമാശകളാണ്. എത്ര സ്ഥലത്ത് പറഞ്ഞു, എത്ര സമയം വിശദീകരിച്ചു, ഏതെല്ലാം മുഖാമുഖങ്ങൾ, ഏതെല്ലാം വാദപ്രതിവാദങ്ങൾ, എത്ര സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ചോദിക്കുവാനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിൽ എത്ര വേദികൾ SYS ഒരുക്കി, എത്ര വേദികൾ SSF ഒരുക്കി, എത്ര വേദികൾ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും ഒരുക്കി. ആ വേദികളിലൊക്കെയും പരസ്യമായി നിങ്ങളുടെ സംശയങ്ങളൊക്കെയും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ രാത്രി 12ഉം 2ഉം ഒക്കെ മണിവരെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന എത്ര പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷേ ആ പരിപാടികളൊക്കെയും സംഘടിപ്പിച്ച് എല്ലാ സംശയങ്ങളും തീർന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നവരും പിന്നീട് മൗലവിമാര് വന്നിട്ട് ചോദിക്കുന്നു, കുഞ്ഞാമാക്കാനെ മരിച്ച കുഞ്ഞാമാക്കാനോട് ചെന്നാൽ വിളിച്ചാ പോരെ, എന്നാ അറിയില്ലേ കേക്കോ കേക്കൂലെന്ന്? എന്നാൽ അറിയോ അത് ബർസഖിയായ ലോകമാണ്. ഇത് ഭൗതികമായ ലോകമാണ്. ബർസഖിയായ ലോകവും ഭൗതികമായ ലോകവും തമ്മിലുള്ള മാറ്റം തിരിച്ചറിയാത്ത ആളുകൾ, അതന്നെയാണ് പണ്ട് യുക്തിവാദിയും പറഞ്ഞത്. ദണ്ടുകൊണ്ട് അടിക്കുന്നവരാണ്. ദണ്ടുകൊണ്ട് അടിക്കാം, ആകെ മനുഷ്യന് കുമ്പിട്ടിക്കാൻ തരല്ല അവിടെ പിന്നെ ദണ്ടുകൊണ്ട് എങ്ങനെ അടിക്കാം? എന്താ ചോദിക്കുക? എന്താ ഉത്തരം? കബർ വിശാലമാക്കണേ എന്ന് കബറിങ്ങ വെച്ചിട്ട് മൂലര് ദ്വാരക്കണേ, കബർ വിശാലമാക്കണേ. കബർ വിശാലാക്കിയ മൂടല് ചാടൂലേ എന്ന് ചോദിച്ചാൽ, എടോ അത് ബർസഖിയായ ലോകാണ്, അത് ബർസഖിയായ ലോകമാണ്. ആ ലോകത്തെ നീ ജീവിക്കുന്ന ഭൗതിക ലോകവുമായി താരതമ്യപ്പെടുത്താൻ പാടില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും നമുക്കറിയില്ല. അത് നമ്മിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ലോകമാണ്. ഖുത്ബ മലയാളത്തിൽ മാത്രം കേട്ട് മലയാളമല്ലാത്ത മറ്റൊന്നും അറിയാത്ത ഒരു മൗലവി അല്ലെങ്കിൽ ഒരു നാടൻ മനുഷ്യൻ അദ്ദേഹം ഖബറിൽ ചെന്നിട്ട് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ, എനിക്ക് മലയാളം അറിയുള്ളൂ, എന്റെ മൗലവി ഖുത്ബ പറഞ്ഞത് മലയാളത്തിലാണ്, ഞാൻ കേട്ട ഖുത്ബ മുഴുവനും മലയാളത്തിലാണ്, ഞാൻ പെണ്ണിട്ടിയതും മലയാളത്തിലാണ്, ഞാൻ മരിച്ചതും മലയാളത്തിലാണ്, ഞാൻ കേട്ടതൊക്കെ മലയാളത്തിലാണ്, അതുകൊണ്ട് മൻ റബ്ബുക്ക എന്ന് പറഞ്ഞാൽ പറ്റൂല, അതൊന്ന് തർജ്ജമ ചെയ്ത് തരണം എന്ന് ആരെങ്കിലും പറയോ? അത് ബർസഖിയ ലോകാണോ? നിനക്ക് അറബി അക്ഷരങ്ങളുടെ അക്ഷരമാല പോലും ABCD പോലും അറിയില്ലെങ്കിലും ആ സാഹിത്യ ഭാഷ നിനക്ക് മനസ്സിലായിരിക്കും. അത് ബർസഖിയ ലോകമാണ്. ആ ലോകത്തെ നിന്റെ ഈ ലോകവുമായി താരതമ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പൊട്ടത്തരം. ആ പൊട്ടത്തരമാണ് ഇബ്നു ഖയ്യിം നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, മരിച്ചോല് കേൾക്കൂല, കേൾക്കാത്തോലെ വിളിച്ചാൽ ഉത്തരം കിട്ടൂല എന്ന വാദങ്ങളൊക്കെ ഞാനങ്ങനെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. മുജാഹിദുകൾക്ക് എന്നപ്പോ അങ്ങനത്തെ വാദങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനൊന്നും ഇപ്പൊ ഇല്ല, അതൊന്നും ഇപ്പൊ പറഞ്ഞേക്കില്ല. ഇപ്പൊക്കെ കേൾക്കും ഉത്തരം ചെയ്യും, ഉത്തരം ചെയ്യും, കേൾക്കും, വിളിക്കണം, അങ്ങോട്ടൊക്കെ എത്തിയില്ലേ കുറച്ചൊക്കെ. പിന്നെ മനുഷ്യനെ പറ്റൂല, ജിന്നിനെ ആകണം എന്നല്ലേ ഉള്ളൂ. മനുഷ്യനെ പറ്റൂല, ജിന്നിനാകണം. ഔലിയാക്കളെ പറ്റൂല, പിന്നെ മലായിക്കത്തിനാകണം, മലക്കുകളാകണം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. മലക്കിനെ വിളിക്കാം, വലിയനെ വിളിക്കാൻ പറ്റൂല. ജിന്നിനെ വിളിക്കാം, ശൈത്താനെ വിളിക്കാം. അതേപോലെ തന്നെ അങ്ങനെയുള്ളവരൊക്കെ വിളിക്കാം. പിന്നെ ഔലിയാക്കന്മാരെ പറ്റൂല. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ വ്യത്യാസം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞ മുഖാമുഖങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും SYSന്റെയും SSFന്റെയും ഒക്കെ പടയോട്ടങ്ങൾക്കും നല്ല ഫലമുണ്ടായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടില്ല. ആദ്യം ഞങ്ങൾ കുറച്ച് മലക്കിനെ വിളിക്കട്ടെ. കുത്തുബിയത്തിൽ പറയുന്ന കുറെ മലായിക്കത്തുണ്ടല്ലോ, ഭയങ്കര ഇടങ്ങേറുള്ള കുറെ മലക്കുകൾ. പേരെവിടെ പറയണ്ട്? കുത്തുബിയത്തിൽ പറയുന്നുണ്ട്.
ഓലക്കാണ് ഈ വിളിക്കണതേ. അതിന്റെ അടിയിലാണ് പിന്നെ മുഹിയുദ്ദീൻ ശൈഖ് ഉള്ളത്. അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എത്തും. ഞങ്ങൾക്കൊരു ബേജാറ്. അപ്പൊ ആദ്യം ഞങ്ങൾ മലക്കുകളെ വിളിക്കും, പിന്നെ കുറെ ജിന്നുകളെ വിളിക്കും, അതിനുശേഷം ഞങ്ങൾ മനുഷ്യന്മാരത്തേക്ക് എത്തും. ഇതല്ലേ ഇപ്പൊ വ്യത്യാസമുള്ളൂ? ഇതല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞു നിർത്തുക. നമ്മുടെ കേരളത്തില് ഈ വാദം വരുന്നത് എവിടുന്നാണ്? കേരളത്തിൽ ഈ വാദങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ നമ്മൾ കേട്ട ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇത് രണ്ട് സ്ഥലത്തുനിന്നാ വരുന്നത്. രണ്ടിന്റെയും കൂടി ഒരു കൂട്ടിപ്പിരിച്ചിലാണ് ഇവിടെ നടന്നത്. കേരളത്തിൽ നടന്നത് രണ്ടിന്റെയും കൂടി ഒരു കൂട്ടിപ്പിരിച്ചിലാണ്. ഒന്നാമത് ഇത് വന്നത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തില് ഇതിന്റെ നേതാക്കന്മാരാരായിരുന്നു? ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിദ. ഈ മൂന്നാളുകളാണ് ഇതിന്റെ നേതാക്കന്മാർ. ഇപ്പൊ നമ്മളെ കേരളത്തിലെ പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ, ഇപ്പൊ ഇങ്ങനെ അത് മാഞ്ഞു വരുന്നുണ്ട്. പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ ജമാലുദ്ദീൻ അഫ്ഗാനി റാ എന്ന് കാണാം. ജമാലുദ്ദീൻ അഫ്ഗാനി ബ്രാക്കറ്റിൽ റാ, മുഹമ്മദ് അബ്ദു ബ്രാക്കറ്റില് റാ, റഷീദ് റിദ ബ്രാക്കറ്റില് റാ. എന്താ അതിന്റെ അർത്ഥം എന്നറിയില്ല, ഓരോടന്നെ ചോദിക്കണം. ഒരു റാ കാണാം. ഈ ജമാലുദ്ദീൻ അഫ്ഗാനി ആരാ? ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തുള്ള മതങ്ങളെ മുഴുവനും ഒന്നാക്കണം എന്ന് വാദിച്ച ആളാണ്. ലോകത്തുള്ള മതങ്ങളെ മുഴുവനും ഒന്നാക്കണം. അയാള് ഇങ്ങനെ ചിന്തിച്ചു, എവിടെ കുഴപ്പം, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ, മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ നടക്കാൻ കാരണം എന്താ? യുദ്ധം, സംഘട്ടനം, കുഴപ്പങ്ങൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ നടക്കാൻ എന്താ കാരണം? ഇയാളിങ്ങനെ ചിന്തിച്ചപ്പോ അയാൾ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം മതമാണ്. മതമാണ് എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം. അതുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ തീരണമെങ്കിൽ എന്ത് വേണം? എല്ലാ മതങ്ങളെയും കൂടി ഒന്നാക്കണം. ഹിന്ദുമതം, ക്രിസ്തുമതം, ജൂതമതം, ഇസ്ലാം മതം, ഇങ്ങനെ എന്തിനാ കുറെ? ഇതെല്ലാം കൂടി ഒന്നാക്കണം. അങ്ങനെ സർവമത സത്യവാദം ആദ്യമായി ലോകത്തെഴുന്നള്ളിച്ച പരിഷ്കരണവാദിയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തിന്റെ സർവമത സത്യവാദം ഒരു പ്രബന്ധ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും അത് ചില പണ്ഡിതന്മാരുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ഈജിപ്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നവരും ഇദ്ദേഹത്തെ അംഗീകരിക്കാത്തവരുമായ എല്ലാ പണ്ഡിതന്മാരും ഈ സർവമത സത്യവാദം എന്ന ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് നഖശിഖാന്തം എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ ആ പ്രബന്ധം അദ്ദേഹത്തിന് പുസ്തകമായി പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചില്ല. സർവമത സത്യവാദിയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. മഹാനായ അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിന്റെ 250, 51, 53 പേജുകളിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ഈ ചരിത്രം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന മനുഷ്യൻ പാശ്ചാത്യപരിഷ്കാരിയായിരുന്നു. സർവമത സത്യവാദം മാത്രമല്ല, അദ്ദേഹം മദ്യപാനിയും മദ്യം അനുവദനീയമെന്ന് ഫത്വ കൊടുക്കുന്ന മുഫ്തിയുമായിരുന്നു. മദ്യം അനുവദനീയമാണ്, ഒരു നിബന്ധന ഉണ്ട്. ഒരു നിബന്ധന അതെന്താ? ഖംറ് എന്ന പേരുണ്ടാകാൻ പാടില്ല, കള്ള് എന്ന പേരുണ്ടാകാൻ പാടില്ല. വിസ്കിയാകാം, ബ്രാൻഡിയാകാം, അങ്ങനെ കുറെ ഉണ്ടല്ലോ, കുറെ സാധനങ്ങൾ. ആ സാധനങ്ങളൊക്കെ പച്ചയാകാം, ചുവപ്പാകാം, അങ്ങനെ വ്യത്യസ്ത നിറങ്ങളിലുള്ളതാകാം. കള്ള് എന്ന് പറയാൻ പാടില്ല, ഖംറ് എന്ന് പറയാൻ പാടില്ല. ഇതല്ലാത്ത മദ്യങ്ങളൊക്കെയും അനുവദനീയമാണ് എന്ന് ഫത്വ കൊടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു. പണ്ട് കുറച്ചു മുമ്പ് SYS നടത്തിയ ഒരു ക്യാമ്പയിൻ, ആദർശ ക്യാമ്പയിൻ, പല സ്ഥലത്തും ഈ വിഷയങ്ങള് രേഖകളും തെളിവുകളും ചരിത്രവും ഒക്കെ ഉദ്ധരിച്ച് ഞങ്ങൾ പ്രസംഗിച്ചു.
ഒരു കുട്ടിയും മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. മിണ്ടാത്തതിന്റെ രഹസ്യം ഇപ്പോൾ പിടികിട്ടി. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഈ മനുഷ്യൻ സർവമത സത്യവാദിയും അതേപോലെ തോന്നിവാസിയുമായിരുന്നു. ഇനി കുറച്ചുകൂടി റഷീദ് റിളന്റെ തഫ്സീറുൽ മനാറിൽ നിന്നാണ് ഞങ്ങൾ തൗഹീദ് പഠിച്ചത് എന്നിവിടെ കേരളത്തിലെ ചില ആൾക്കാർ പറയാറുണ്ട്. ഞങ്ങൾ തൗഹീദ് പഠിച്ചത് റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറിൽ നിന്നാണ്. ഈ മനുഷ്യനാണെങ്കിലോ ഇദ്ദേഹം ഹദീസ് നിഷേധിയും മുഅ്ജിസത്ത് നിഷേധിയുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ ഖുർആനിൽ. എന്ത്? മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിൽ, മൂസാ നബിയും അനുയായികളും ഫിർഔന്റെ മുമ്പിൽ കുടുങ്ങിപ്പോയ സന്ദർഭം. പിന്നിൽ ഫിർഔനും സൈന്യവും, മുന്നിലാണെങ്കിലോ നൈൽ നദി, നടുവിൽ മൂസാ നബിയും കൂട്ടരും കുടുങ്ങാൻ പോവുക. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് നൈൽ നദിയിൽ സമുദ്രത്തിൽ ഒരടി. ആ അടിയോടെ സമുദ്രം പിളർന്നു, 7 പിളർപ്പുകളായി പിളർന്നു. അത് വലിയ റോഡായി, ഹൈവേകളായി രൂപപ്പെട്ടു. ആ ഹൈവേകളിലൂടെ മൂസാ നബിയും അനുയായികളും മറുകരയിലേക്ക് പോയി. നമ്മുടെ റഷീദ് റിള ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് അത് വടി കൊണ്ട് അടിച്ചിട്ട് പിളർന്നൊന്നല്ല, അത് ആ സമയത്ത് വേലിയിറക്കമുണ്ടാകുന്ന സമയമായിരുന്നു. അപ്പൊ കടലിൽ വെള്ളം കുറഞ്ഞ സമയത്ത് മൂപ്പര് വെല്ല തുണി പൊന്തിച്ചിട്ട് ആളല്ലാത്ത സ്ഥലം നോക്കിയാണ് കടന്നതാണ്. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറിൽ എഴുതി വെച്ചതാ ഞാൻ ഈ പറയുന്നത്. മൂസാ നബി കടലിൽ ആഴല്ലാത്ത സ്ഥലം നോക്കിയിട്ട് മെല്ലാണ് കടന്നതാണ്, അല്ലാതെ സമുദ്രം പിളർന്നു എന്നല്ല. മുഅ്ജിസത്തിന്റെ പച്ചയായ നിഷേധം. ഇദ്ദേഹത്തിന് മറ്റൊരു വാദം കൂടിയുണ്ട്. അതെന്താ? ഖുർആനില് ഈ പറഞ്ഞ മൂസാ നബിന്റെയും അതുപോലെ മറ്റുള്ള അമ്പിയാക്കന്മാരുടെയൊക്കെ മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ, ഈ മുഅ്ജിസത്തുകളൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ യൂറോപ്പിൽ നിന്ന് കുറെ കൂടി ആളുകൾ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? റഷീദ് റിള. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന സാധനമാണ്. ആ തഫ്സീറുൽ മനാറിൽ അദ്ദേഹം പറഞ്ഞതാണ് കുറെ യൂറോപ്യന്മാർ കൂടി ഇസ്ലാമിലേക്ക് വരുമായിരുന്നു ഈ മുഅ്ജിസത്തൊന്നും ഖുർആനിലില്ലായിരുന്നെങ്കിൽ. അപ്പൊ അള്ളാഹ്ക്ക് തെറ്റുമാരുടെ മുമ്പ് പറിച്ചിട്ടാൽ അള്ളാഹ്ക്ക് എന്തോ ഒരു അബദ്ധം സംഭവിച്ച മാതിരി. അപ്പൊ യൂറോപ്യന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വരാതിരിക്കാനുള്ള കാരണം ഈ മുഅ്ജിസത്തും കറാമത്തെല്ലാം കൂടി ഇതിലുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹനെ വരെ തിരുത്താൻ ശ്രമിച്ച ആളാണ് റഷീദ് റിള. ഈ റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അൽമനാർ എന്ന് പറയുന്ന മാസികയുടെ ഏതാനും പഴയ കോപ്പികൾ വായിച്ചുകൊണ്ടാണ് കേരളത്തിലെ വക്കം മൗലവിയും KM മൗലവിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ മതഫസാദ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അൽമനാറിന്റെ കോപ്പികൾ വായിച്ചപ്പോ ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം എന്ത്? പ്രതിരോധത്തിന് ആവശ്യമായ വൈജ്ഞാനിക ശക്തി KM മൗലവിക്കോ വക്കം മൗലവിക്കോ ഇല്ലായിരുന്നു. ഈജിപ്തിൽ നിന്നും ഒരു അൽമനാർ വന്നപ്പോ ആ അൽമനാർ വായിച്ചപ്പോൾ അതിലുള്ള പിഴച്ച വാദങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ആത്മീയ ശക്തിയോ വൈജ്ഞാനിക പിൻബലമോ KM മൗലവിക്കോ വക്കം മൗലവിക്കോ ഇല്ലാത്തത് കൊണ്ട് അവർ അതിൽ പെട്ടു. അങ്ങനെയാണ് റഷീദ് റിളന്റെ പേരിന്റെ അപ്പുറത്ത് റാ വന്നത്. അങ്ങനെയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പേരിന്റെ ചോട്ടിൽ റാ വന്നത്. മുഹമ്മദ് അബ്ദുവിന്റെ പേരിന്റെ ചോട്ടിൽ റാ വന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ യുക്തിവാദമാണ്. ഇവരൊക്കെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ മതമല്ല, മതത്തിന്റെ പേരിലുള്ള യുക്തിവാദമാണ്. ആ യുക്തിവാദങ്ങളാണ് കുറച്ച് നമ്മളെ മൗലവിമാർക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് മന്ത്രിച്ചൂതിയാൽ രോഗം മാറൂല എന്ന് പറയാൻ കാരണം. ആര്? ഇപ്പൊ ഒരു കൂട്ടർ മന്ത്രിച്ചൂതിയാൽ രോഗം മാറും എന്ന് പറയണ്ടല്ലോ.
മുജാഹിദ് മൗലവിമാരിൽ ഒരു കൂട്ടർ ഇപ്പോ മന്ത്രി ചൂതിയാൽ രോഗം മാറും എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? അത് ഞാൻ പറയാം. മന്ത്രി ചൂതിയാൽ രോഗം മാറൂലെന്ന് ഇവര് പഴയ കാലത്ത് പറയാൻ എന്താ കാരണം? അത് കാരണം ഇയാൾ പറഞ്ഞു കൊടുത്തതാ, റഷീദിനെ പറഞ്ഞു കൊടുത്തതാ, ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞതാണ്, മുഹമ്മദ് അബ്ദു പറഞ്ഞതാണ്. കാരണം മന്ത്രി ചൂതുമ്പോൾ എങ്ങനെയാണ് രോഗം മാറുക? യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകുന്ന ഒരു കാരണം അവിടെ കാണുന്നില്ല. അതുകൊണ്ട് യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും അന്ധവിശ്വാസമാണ്, അത് തള്ളിക്കളയണം എന്ന് വാദിച്ചുകൊണ്ടാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും കൂട്ടരും ഈജിപ്തിൽ പ്രവർത്തിച്ചത്. അവര് പ്രസിദ്ധീകരിച്ച അൽമനാറിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ അല്ലെങ്കിൽ KM മൗലവിയും വക്കം മൗലവിയും ഈ വാദങ്ങളെ കോപ്പിയടിക്കുന്നത്. സ്വാഭാവികമായും മരിച്ചവര് കേൾക്കൂല. അതേപോലെ തന്നെ മന്ത്രി ചൂതിയ വെള്ളത്തിന് പ്രത്യേകതയില്ല, മന്ത്രി ചൂതിയ നൂലിന് പ്രത്യേകതയില്ല, മന്ത്രങ്ങൾക്കൊന്നും യാതൊരു ശക്തിയുമില്ല എന്ന വാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് മുജാഹിദുകൾ എത്തിച്ചേരാൻ കാരണം ഈജിപ്തിൽ നിന്ന് വന്ന ഈ ഒരു വിടുപ്പിന്റെ അല്ലെങ്കിൽ ഈ വാദങ്ങളുടെ നിലപാട്, അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ വന്നത് നമ്മുടെ നജ്ദിൽ നിന്നാണ്. ഇബ്നു അബ്ദുൽ വഹാബ് ജീവിച്ച നജ്ദിൽ നിന്ന് വന്ന വഹാബിസമാണെങ്കിലോ അതിലെന്തുണ്ട്? അതിൽ ഈ പറഞ്ഞ മന്ത്രമുണ്ട്, മന്ത്രി ചൂതലുണ്ട്, ഊതിക്കെട്ടലുണ്ട്, ജിന്നുണ്ട്, ജിന്ന് കയറലുണ്ട്, കയറ ജിന്നിനെ അടിക്കലുണ്ട്, അടിച്ചിട്ടിറങ്ങുന്നില്ലെങ്കിൽ പിടിച്ചിറക്കലുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പരിപാടികളും എവിടെ ഉണ്ട്? നജ്ദിൽ നിന്ന് വന്ന വഹാബിസത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയി നോക്കി റിയാദിൽ, സൗദി അറേബ്യയിലെ റിയാദിൽ പോയി നോക്കിയാൽ അവിടെ യാസീൻ ഓതി മന്ത്രിച്ച ഊതിയ സംസം വെള്ളത്തിന് ഇത്ര പൈസ. ബോർഡാ പലർക്കിടയിൽ മറ്റേ ഇത് വെക്കണ മാതിരി വിലവിവര പട്ടിക വെക്കുന്നത് പോലെ വിലവിവര പട്ടിക വെച്ചിരിക്കുകയാണ്. ഇന്ന ശൈഖ് മന്ത്രിച്ച വെള്ളത്തിന് ഇത്ര പൈസ, ഫാത്തിഹ ഇത്ര തവണ ഓതി മന്ത്രിച്ച വെള്ളത്തിന് ഇത്ര പൈസ. നമ്മൾ അതിനൊന്നും നിഷേധിക്കുന്നില്ല. കാരണം പരിശുദ്ധ ഖുർആനിന് അതിന്റേതായ ശക്തിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരു യാത്രാവേളയിൽ അവര് ഒരു നാട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു. യാത്രക്കാരല്ലേ, ഭക്ഷണം വേണം എന്ന് നാട്ടുകാരോട് പറഞ്ഞപ്പോ അവരെ സമ്മതിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആ നാട്ടിൽപ്പെട്ട കുറെ ആളുകൾ ഇങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ നേതാവിന് പാമ്പ് കടി ഏറ്റിരിക്കുന്നു, നിങ്ങളിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ചികിത്സിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ മന്ത്രിക്കുന്ന ആളാ, എനിക്ക് മന്ത്രിക്കാൻ അറിയാം, പക്ഷെ മന്ത്രിക്കണമെങ്കിൽ പൈസ കൂലി അറിഞ്ഞു. നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ട് പ്രതിഫലം തരണം. അങ്ങനെ ഏതാനും ആടുകൾ, നിങ്ങളാ മറ്റേ എടുക്കാത്ത മറ്റേ പത്തിനോട്ടല്ല, ഏതാനും ആടുകൾ, ആ കാലത്ത് മന്ത്രി ചൂതാൻ വേണ്ടി ആടുകളെയാണ് പ്രതിഫലമായി നിശ്ചയിച്ചത്. ആടുകളെ പ്രതിഫലമായി നിശ്ചയിച്ചുകൊണ്ട് മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചത്? ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ആർക്കാ മന്ത്രിച്ചത്? പാമ്പ് കടിച്ച് ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യനെ മന്ത്രിക്കുക. ആ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ഈ മനുഷ്യൻ നേരത്തെ ഉള്ളതിലേറെ ഉഷാറായിട്ട് എഴുന്നേറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രൂപത്തിലാണ് നടന്നുപോയി. പിന്നെ കൂലിണ്ടല്ലോ നമ്മളെ ആടും വാങ്ങിയിട്ട് എവിടേക്ക് പോയി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു പണി എടുത്തിട്ടുണ്ട്, ഫാത്തിഹ ഓതി മന്ത്രിച്ചു, ആ മന്ത്രത്തിന് ഞങ്ങൾ കൂലി വാങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് കൂലി വാങ്ങിയോ? അതെ, കൂലി വാങ്ങി. എന്നാ അതിന്റെ ഒരു പങ്ക് എനിക്കും തരണം, അതിന്റെ ഒരു പങ്ക് എനിക്കും തരണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതും സ്വഹാബത്ത് അവര് ജീവിതത്തിൽ നടപ്പിൽ വരുത്തി കാണിച്ചതുമായ സുന്നത്തുകൾ,
ആ സുന്നത്തുകളെ നിഷേധിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഒരു സംഘം യുക്തിവാദികൾ ആ സുന്നത്ത് സമ്മതിച്ചുകൊണ്ടും എന്നാ വേറെ ചില സംഗതികൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചോല് കേൾക്കൂല, അവർക്ക് സഹായിക്കാൻ കഴിയൂല, മുഅ്ജിസത്തില്ല, കറാമത്തില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് നജ്ദിൽ നിന്ന് മറ്റൊരു കൂട്ടം. ഇത് രണ്ടും കൂടി ഉണ്ടായതാണ്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് കൂട്ടി പിരിഞ്ഞതാണ് കേരളത്തിലെ വഹാബിസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ജമാഅത്തെ ഇസ്ലാമി, അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ചേകനൂര്, അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് തബ്ലീഗ് ജമാഅത്ത്, അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് സർവ്വ ഏടാകൂടങ്ങളും. അത് വന്നത് എവിടുന്നാ വന്നത്? ഒന്ന് ഈജിപ്തിൽ നിന്ന്, മറ്റൊന്ന് നജ്ദിൽ നിന്ന്. നജ്ദിനെ സംബന്ധിച്ച് ഞാൻ പറയണ്ടല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയ സ്ഥലമാണ് നജ്ദ്. ആ നജ്ദിൽ നിന്ന് കൊണ്ടുവന്ന വിഴുപ്പും ഈജിപ്തിൽ നിന്ന് വന്ന വിഴുപ്പും ഈ രണ്ട് വിഴുപ്പും കൂടി കൂടിയ ഒറ്റക്കെട്ടാണ് കേരളത്തിലെ വിദേഹത്ത്. ആ വിദേഹത്തിൽ നിന്ന് പല ഗ്രൂപ്പുകളും ഉണ്ടായി. ഇപ്പൊ പിന്നെ ഗ്രൂപ്പുകളെ എണ്ണാൻ വയ്യാനും വല്ല മാല എടുക്കേണ്ടി വരും. ഗ്രൂപ്പുകൾ എണ്ണണമെങ്കിൽ 38 ഇപ്പൊ ഗ്രൂപ്പ്. ആർക്കൊക്കെ ഏതൊക്കെ ഞാൻ പത്രം വായിച്ച പരിപാടി നോക്കിയാല് ഇത് ഏതിന്റെ പരിപാടിയാ നോക്കിയാല് ഏതിന്റെ പരിപാടിയാ ഏത് ഗ്രൂപ്പിന്റെ പരിപാടിയാന്ന് അറിയണമെങ്കിൽ നേതാക്കന്മാരെ വായിച്ചു നോക്കണം. മൗലൈമാരെ പേര് വായിച്ചു നോക്കുമ്പോ അതും ഇപ്പൊ തിരിച്ചറിയാതെ. കാരണം എവിടെങ്കിലും ഒരു ചൂടും ചുക്കാന്നില്ല ആരെങ്കിലും വേണ്ടെങ്കിലല്ലേ ഓല പേരിൽ നമുക്ക് അറിയുള്ളൂ. അതുമില്ല. അപ്പൊ ചില പരിപാടികളുടെ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കുക, ഇത് ഏത് ഗ്രൂപ്പിന്റെ തന്നെ അറിയില്ല. അതിന് മാത്രം ഗ്രൂപ്പുകളുടെ പട. എന്നാൽ ഈ ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ ഒരു വിഷയത്തിൽ ഐക്യമുണ്ട്. അതേതാ കാര്യം? എല്ലാവരും പറയുന്നത് മറ്റേ കൂട്ടർ മുശ്രിക്കീങ്ങളാണെന്നാണ്. എല്ലാവരും അതാ പറയുന്നത്, മറ്റേ കൂട്ടർ മുശ്രിക്കീങ്ങളാണ്. പണ്ട് ചേകനൂര് പറഞ്ഞ മാതിരി തന്നെ ചേകനൂര് പണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സുന്നികളെ കാഫറാക്കിയാണ് വന്നത്. സുന്നികളൊക്കെ കാഫറാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ആര് വന്നത്? മുജാഹിദ് വന്നത് എന്താ? സുന്നികൾ കാഫറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പണ്ട് വന്നത്. അങ്ങനെ അതിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നത്. ഓലെന്ത് പറഞ്ഞു? ഓല് സുന്നികൾ കാഫറാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുജാഹിദിന് നല്ല രസം തോന്നി. പക്ഷെ ഓല് കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങളും കാഫർ തന്നെയാണ്. അതെന്തേ? നിങ്ങൾ വോട്ട് ചെയ്യണ്ട്, വോട്ട് ചെയ്യണോല് കാഫറാണല്ലോ. വോട്ട് ചെയ്യണോലും കാഫറാണ്, സ്കൂൾ ഉണ്ടാക്കണോലും കാഫറാണ്, സ്കൂൾക്ക് പോണോലും കാഫറാണ്, പഠിക്കണോലും കാഫറാണ്, പഠിപ്പിക്കണോലും കാഫറാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം. ഈ വാദം ഇപ്പൊ പറയലില്ല. എന്താണിപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ സ്വന്തം വാദങ്ങളൊക്കെ മറന്നുപോയതെന്ന് നമുക്കറിയില്ല. സോളിഡാരിറ്റി മൈലമ്മക്ക് വെള്ളം കുത്താൻ തുടങ്ങിയത് മുതൽക്കാണ് ഇവര് സ്വന്തം വാദങ്ങളൊക്കെ ഇട്ടുപോയത്. മൈലമ്മക്ക് വെള്ളം കുത്താൻ തുടങ്ങിയതിനു ശേഷം പാലക്കാട്ട് വെച്ചിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. മതം ഞങ്ങളുടെ അജണ്ടയല്ല, മതം ഞങ്ങളുടെ അജണ്ടയല്ല, പിന്നെ ഞങ്ങളെ അജണ്ട മൈലമ്മന്റെ വെള്ളമാണ്. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ എന്തായത്? മതം പറയാതായത്. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു എന്ത്? മുജാഹിദ് കാഫറാണ്. സുന്നികൾ പണ്ടേ കാഫറാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേയാൾ വന്നത്. ആര്? ചേകനൂർ മൗലവി എന്നിട്ട് പറഞ്ഞു സുന്നികൾ കാഫറാ. ശരി, എന്നാ പിന്നെ മുജാഹിദും കാഫറാണ്, ജമാഅത്തും കാഫറാണ്. ഇയാള് പറഞ്ഞു മൂന്നും കാഫറാണ്. അതെന്തേ കാരണം? എല്ലാരും അള്ളല്ലാത്തോലെ വിളിക്കുന്നുണ്ട്. അള്ളല്ലാത്തോലെ വിളിച്ചതാണല്ലോ ഇപ്പോ സുന്നികൾ കാഫറാൻ കാരണം. എന്നാ മുജാഹിദും വിളിക്കേണ്ട അള്ളല്ലാത്തോലെ, ജമാഅത്തും വിളിക്കേണ്ട അള്ളല്ലാത്തോലെ, ഞാൻ മാത്രമേ അള്ളല്ലാത്തോലെ വിളിക്കാത്തുള്ളൂ. അതെന്ത്? അത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നുണ്ട് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബ. നമ്മൾ അത്തഹിയാത്ത് ഓതലുണ്ടല്ലോ. ആ അത്തഹിയാത്തിൽ അയ്യുഹൻ നബിയ്യു പറഞ്ഞ മദീനത്തൊക്കെ ഒരു വിളിയുണ്ട്. ഓ നബിയേന്ന് പറഞ്ഞൊരു വിളി. ചേകനൂര് പറയാം ഓ നബിയേന്ന് വിളിക്കണമെങ്കിൽ മരിച്ചിട്ട് കാലത്തിലായി മുഹമ്മദ് മരിച്ചിട്ട് കാലത്തിലായി. ഈ മരിച്ചുപോയ മുഹമ്മദ് നബിയെ മുജാഹിദും വിളിക്കണേ, ജമാഅത്തെ ഇസ്ലാമിയും വിളിക്കണേ, സുന്നിയും വിളിക്കണേ. പിന്നെ കാഫറാവൂലേ? മരിച്ചോലെ വിളിക്കുന്നത് കൊണ്ട് സുന്നി കാഫറാണെങ്കിൽ മുജാഹിദും കാഫറാണ്, ജമാഅത്തും കാഫറാണ്. കാരണം എല്ലാരും പള്ളിയിൽ കുത്തുന്ന വിളിക്കുക അയ്യുഹൻ നബിയു, ഓ നബിയെ, ഓ നബിയെ. അത് മരിച്ച നബിനല്ലേ? മരിച്ച നബിനെ വിളിച്ചാൽ കാഫറാവൂലേ? അങ്ങനെയാണെങ്കിൽ സുന്നിയാണ് മാത്രം കാഫറാ, മുജാഹിദും ജമാഅത്തും ഒക്കെ കാഫറാവൂലേ? അതുകൊണ്ട് ഞാൻ മാത്രമേ ഇപ്പൊ സ്വർഗത്തിലുള്ളൂ നാം മൂപ്പരവാദം നോക്കിങ്ങൾ. ഞാനിത് പറഞ്ഞെന്തിനാണ്? തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യങ്ങളോട് സൂചിപ്പിക്കാനാണ്. മതത്തിന്റെ പേരിൽ ഇങ്ങനെ കുറെ ചില്ലറാള് വരും, ഇങ്ങനെ കുറെ ഏടാകൂടങ്ങൾ, എന്തെങ്കിലുമൊക്കെ വരിക, എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ഇരുമ്പുഴിക്കാരനൊരു ഭ്രാന്തണ്ടായിരുന്നു, എന്തൊക്കെ ഇപ്പൊ പറയുന്നു.
പണ്ട് പൊന്മള ഉസ്താദ് ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു. കഥയല്ല, ഉള്ള സംഭവമാണ്. ഞാൻ നിർത്തണം. ചെമ്മാട്ട് ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് തലക്കട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു കുഞ്ഞായ്മ വന്നു. തലക്കടത്തൂർ അല്ല, തലക്കട്ടൂർ. അവിടുന്ന് കുഞ്ഞായ്മ വന്നു. കുഞ്ഞായ്മ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, സംഗതി ഇപ്പോ ഞാൻ വലിയൊരു മർത്തബയിലാണ്. എന്ത്? എന്നോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇവനോട് ഖുർആൻ സംസാരിക്കാം. ഹാരത്തുക എന്നാണ് പൊന്മുളസ്ഥാനത്തേക്ക്. പൊന്മുളസ്ഥാനത്തേക്ക് എന്നിട്ട് ഈ സാധനം പറയാണ്, എന്നോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഓനോട് ഖുർആൻ അങ്ങനെ സംസാരിക്കുക എന്താ കാട്ട? ഖുർആൻ ഓനോട് ഇങ്ങനെ സംസാരിക്ക. ഉസ്താദ് പറഞ്ഞു, ആ സംഭവം ശരിയാണ്, ഞാൻ ഇപ്പൊ ഒരാളെ കിട്ടാൻ നിൽക്കുന്നു. അതെന്താ ചോദിച്ചു? എന്നോട് ഖുർആൻ സംസാരിക്കൽ തുടങ്ങിയിട്ട് കുറെ കാലായി. പക്ഷെ ഞാൻ ഇതിപ്പോ മനുഷ്യന്മാരോട് പറഞ്ഞ മനുഷ്യന്മാര് ഇത് കേൾക്കൂല, ഇയാൾക്ക് എന്താ സുഖമില്ലെന്ന് തോന്നൂലേ? അപ്പൊ എനിക്കിപ്പോ ഇത് പറയാൻ ആരും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഖുർആൻ സംസാരിച്ചു തുടങ്ങിയ ഒരു കുഞ്ഞാമീനെ എനിക്ക് കിട്ടിയാലോ, അതുകൊണ്ട് കുഞ്ഞാമീനോട് ഇതൊന്ന് പറഞ്ഞതാണ്. കുറെ കാലമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടാണ്. ആ ഉസ്താദിനോട് സംസാരിക്കണ്ടോ? ആ എന്താ ഉസ്താദിനോട് പറയണേ? ഉസ്താദിനോട് എന്താ ഖുർആൻ പറയണേ? തലക്കട്ടൂർക്കാരൻ കുഞ്ഞാമ മൊരച്ചി കള്ളനാന്ന് എന്നോട് പറയണത്. തലക്കട്ടൂർക്കാരൻ കുഞ്ഞാമ മൊരച്ചി കള്ളനാണെന്നാണ് എന്നോട് പറയുന്നത് ഖുർആൻ. ഉസ്താദ് പറഞ്ഞു, ഇയാളൊരു പോക്കാണ് പോയിട്ട് അവിടെ ഒരു വാതിലാണ്ട് അടച്ചിട്ട് ആ അടച്ചിട്ട് പ്ലേ എന്നുള്ള ശബ്ദം ഇപ്പോഴുണ്ട്. വാതിലങ്ങട്ട് അടച്ചിട്ട് ഒരൊറ്റ പോക്കാണ്ട് പോയി. പിന്നെ ഓനോട് ഖുർആൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ ചില്ലറാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തിനാ ഇതിങ്ങനെ ഒരാൾക്കാണ് പിന്നെ 2 പിരി ഇളകിയ ഓൻ തുടങ്ങും പരിപാടി. ഇപ്പൊ മറ്റേ ഞങ്ങൾക്ക് ഇരുമ്പുഴിയിൽ ഒരാൾക്ക് പിരി ഇളകിക്കണം, ഓൻ തുടങ്ങിയിരിക്കുന്ന പരിപാടി. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ പുതിയ ചരിത്രത്തിലൊന്നുമല്ല, പഴയ കാലം മുതൽക്കേ ഇങ്ങനെയാണ്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ നമ്മളൊരു കാര്യം നമുക്കൊരു സ്വയം തിരിച്ചറിവ് വേണം. നമ്മൾ KM മൗലവി ആകരുത്, നമ്മൾ വക്കം മൗലവി ആകരുത്. ഒരു അൽമനാറിന്റെ പഴയ കോപ്പി, സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വിദ്യാഭ്യാസമുള്ള ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് വാർത്താ വിനിമയത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നിമിഷം കൊണ്ട് അതിനുള്ള സാധ്യതകളുണ്ട്. ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ പ്രസിദ്ധീകരിക്കുന്ന അൽമനാറിന്റെ കോപ്പി ഇവിടെ എത്തൽ എങ്ങനെ? തപ്പാൽ സൗകര്യങ്ങളുണ്ടോ? മറ്റു മാർഗങ്ങളുണ്ടോ? ഒന്നുമില്ല. ഏതോ ഒരാള് എന്തോ കാലത്ത് എങ്ങനെയോ എത്തിയതാണ് ഒരു കോപ്പി. ആ കോപ്പി ഒരു പക്ഷേ പഴയ ലക്കായിരിക്കാം. ആ ഒരു അൽമനാറിന്റെ പഴയ കോപ്പി വായിച്ചിട്ട് ഈ മനുഷ്യന്റെ തല തിരിഞ്ഞെങ്കിൽ, ഇയാള് കുറച്ച് കിതാബ് ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആളായിട്ട് പോലും ഇയാളുടെ തല തിരിഞ്ഞു പോയെങ്കിൽ, അങ്ങനെ തല തിരിയുന്ന കുറെ ആൾക്കാരുണ്ടാവും. പടച്ച റബ്ബിനോട് കാവല് ചോദിക്കല്ലാതെ ഒരു മാർഗമല്ല. പിന്നെ ശ്രോതാക്കള് എല്ലാത്തിനും ഉണ്ടാവും. നിങ്ങള് പിന്നെ കോട്ടക്കലങ്ങാടി ചെന്ന് നോക്കാണ്. കോട്ടക്കലങ്ങാടിയിൽ രാമനാട്ടുകാരെ കോഴിക്കോട്ടോ അങ്ങാടി ചെന്ന് നോക്കാണ്. ഒരു പെട്ടി ഇങ്ങനെ പൂട്ടി വെച്ചിട്ട് തുറക്കാൻ പോവാണ്. പെട്ടി തുറക്കാൻ പോവുകയാണ്. ഇതിലൊരു അത്ഭുതമുണ്ട്, പെട്ടി തുറക്കാൻ പോവുകയാണ്. എന്താണ് ഇതിൽ? സർവശക്തിയുമുള്ള എല്ലാ സംഗതിയുമുള്ള മരണമല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഒരു അത്ഭുത മരുന്ന് ഞാൻ തുറന്ന് കാണിക്കാൻ പോവുകയാണ്. ഇവൻ ഇപ്പോൾ പുറത്തേക്ക് വരും. ആളുകൾ ഇങ്ങനെ കൂടിയാണ്, അങ്ങാടിത്തെ ആൾക്കാർ ഇങ്ങനെ കൂടി കുറെ ആൾക്കാർ കൂടുമ്പോ പെട്ടി തുറക്കുക. എന്താ? പഴയ തൊക്കിലുരുട്ടി തന്നെയാണ്, നമ്മളെ പഴയ ഗുളിക. അതന്നെയാണ് സാധനം. അവതരണത്തിന്റെ ശൈലി വയല് ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു. അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ തലയിൽ തലപ്പാവ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുപ്പായം നീണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയൊക്കെ മാറിയിരിക്കുന്നു. എന്നതൊഴിച്ചാൽ സാധനം പഴയ വിഷം തന്നെയാണ്. അതിൽ യാതൊരു പുതുമയുമില്ല എന്ന കാര്യം എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയണം. ഇതിങ്ങനെ മാറി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗ്രൂപ്പ് എത്രണ്ണാണ്? 28. നേരത്തെയുള്ള തൗഹീദ് ഇപ്പൊ തൗഹീദല്ല. നേരത്തെയുള്ള ശിർക്ക് ഇപ്പൊ ശിർക്കല്ല. നേരത്തെയുള്ള വിദ്അത്ത് ഇപ്പൊ വിദ്അത്തല്ല. ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം അവസാനമായി ഞാൻ പറയുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അന്ന് പറഞ്ഞതെന്തോ അത് തന്നെയാണ് ഇന്നും പറയുന്നത്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അവര് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്.
അത് അള്ളാഹു ഇറക്കിയ നിയമങ്ങളാണ്. അതിനുശേഷം പിന്നീട് വന്ന ഗ്രൂപ്പുകളാവട്ടെ, ഉപഗ്രൂപ്പുകളാവട്ടെ, പാർട്ടികളാവട്ടെ, വിവിധ പാർട്ടികളാവട്ടെ, എല്ലാ പാർട്ടികളും നിർമ്മിതമാണ്. നിർമ്മിതം. ഇരുമ്പുഴിക്കാരൻ പറയുന്നത് അള്ള പറഞ്ഞതല്ല, അത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. തലക്കത്തൂർക്കാരൻ പറയുന്നത് അള്ള പറഞ്ഞതല്ല, അത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, തബ്ലീഗാവട്ടെ, ഖാദിയാനിയാവട്ടെ, മറ്റെന്ത് സാധനമാകട്ടെ, അതെല്ലാം 1920-കൾക്ക് ശേഷം വന്ന നിർമ്മിതങ്ങളാണ്. നിർമ്മിതങ്ങൾ. അത് അള്ളാഹുവിന്റേതല്ല, അത് അള്ളാഹു തആല നിർമ്മിച്ചതല്ല. അതിന് വേരുകളില്ല. വേരുകളെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാത്രമേ ഏതൊരു പുതിയ വാദത്തിനും ഇവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ഉപ്പ കാഫിറാണ്, നരകത്തിലാണ് എന്ന് പറയാതെ എനിക്ക് മുജാഹിദാകാൻ കഴിയില്ല. എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, നരകത്തിലാണ് എന്ന് പറയാതെ എനിക്ക് മുജാഹിദാകാൻ കഴിയില്ല. എന്റെ വലിയുപ്പ കാഫിറാണ് എന്ന് പറയാതെ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയാകാൻ കഴിയില്ല. എന്റെ വല്യമ്മ മുശ്രിക്കത്തും നരകത്തിലുമാണ് എന്ന് പറയാതെ എനിക്ക് തബ്ലീഗ് ജമാഅത്താകാൻ കഴിയില്ല. ഇങ്ങനെ ഏതെല്ലാം പുതിയ വാദങ്ങളും പുതിയ ഇസങ്ങളും ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുണ്ടോ അവരൊക്കെയും തലമുറകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ വേരുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിന്റെ വേരുകളെ അറുത്തു മാറ്റിക്കൊണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും വിശദമായ കാര്യങ്ങൾ ഇവിടെ പറയാനിരിക്കുന്നു. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കുവാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ നാടൊട്ടുക്കും ആദർശ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമുക്കൊരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങൾ. ആ അവസരങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അവൻ കനിഞ്ഞു നൽകിയ ഹിദായത്ത് മരണം വരെ നിലനിർത്തി കാമിലായ ഈമാനോടെ മരണപ്പെട്ടു പോകാൻ മഹാഭാഗ്യവാന്മാരായ ഔലിയാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, അതുപോലുള്ള മഹത്തുക്കളോടൊപ്പം സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.